ഞാൻ ഡോക്ടർ സാജു ബി അപ്പൻ, നെയ്യാർ മെഡിസിറ്റിയിലെ കൺസൾട്ടൻറ്റ് ENT സർജനാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ENT OPയിൽ വളരെ കോമൺ ആയിട്ട് ഏറ്റവും സാധാരണയായിട്ട് വരുന്ന കുട്ടികളിൽ കാണുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ഇപ്പം മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും അഡിനോയിഡ്സിൻ്റെ എൻലാർജ്മെൻറ്റ് അല്ലെങ്കിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞൊരു ഇതാണ്. അപ്പം തീരെ ചെറിയ കുട്ടികൾ മുതൽ സാധാരണയായിട്ട് തീരെ ചെറിയ കുട്ടികൾ മുതൽ അഡോളസൻസ് ഒരു 17-18 വയസ്സ് വരെയൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒരു മേജർ ഇഷ്യൂ ആയിട്ട് കുട്ടികളിൽ കാണുന്നൊരു സംഭവമാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി, അഡിനോയിഡ്സിൻ്റെ വലിപ്പം കൂടുതൽ. അപ്പോൾ അഡിനോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അഡിനോയിഡ്സ് എന്ന് പറയുന്നത് ടോൺസിൽസിനെ പോലെ ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ്. നമ്മൾ മലയാളത്തിൽ ചത ദശ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ ബാക്കിൽ, മൂക്കിനകത്തല്ല മൂക്കിൻ്റെ ബാക്കിലായിട്ട് തൊണ്ടയുടെ മുകളിലായിട്ട് കാണുന്ന ഒരു ചത പോലെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ അഡിനോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പം സാധാരണ ചെറിയ കുട്ടികളിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് നമുക്ക് ഇതുണ്ടെന്നുള്ളത് സംശയം തോന്നുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാമെന്നുള്ളതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഈ കുട്ടികൾക്ക് വിട്ടുമാറാത്ത ജലദോഷം, എപ്പോഴും വിട്ട് ജലദോഷം വരിക, ഒരു അടുത്തുള്ള ഡോക്ടറിനെയോ മറ്റു പലരെയും കാണിക്കുകയോ, അപ്പോൾ അത് മരുന്ന് കൊടുക്കുന്നു, കുറച്ച് കുറയുന്നു, വീണ്ടും അത് വരുന്നു, സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ട്, ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരിക, ഇങ്ങനത്തെ ഒരു പ്രശ്നം. മൂക്കിൽ നിന്ന് ജലദോഷം വന്നിട്ട് കഫം പോലെയുള്ളത് മൂക്കിൽ കൂടി വരികയും ചിലപ്പോൾ തൊണ്ടയിലേക്ക് വരികയും ചെയ്യുക. പലപ്പോഴും ഈ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ ചെവിയിൽ ഇൻഫെക്ഷനായിട്ട് വരിക, ചെവി വേദന വരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരിക. ഇത് കൂടാതെ ചിലപ്പം ഇത് തൊണ്ടയിലേക്ക് ഇറങ്ങിയിട്ട് ടോൺസിലൈറ്റിസ്, തൊണ്ടവേദന, ചിലപ്പം നെഞ്ചിൽ ചുമയും കഫക്കെട്ടും ഇങ്ങനെയൊക്കെയുള്ള ബ്രോങ്കൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയും വരാം. ഇത് കൂടാതെ നമ്മൾ ഈ ജലദോഷം വരുമ്പം വളരെ കൂടുതലായിട്ട് കൂർക്കം വലിയും വാ തുറന്നുറങ്ങലും, മിക്കവാറും ഈ കുട്ടികൾ വാ തുറന്നായിരിക്കും വെച്ചിരിക്കുന്നത്, കൂർക്കം വലിയും ഉണ്ടാകും. ജലദോഷം മാറിയാൽ കുറച്ച് കുറയുമെങ്കിലും പക്ഷെ വീണ്ടും അപ്പോഴും കുറേയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പം പ്രധാനമായിട്ടും വിട്ടുമാറാത്ത ജലദോഷം, ഇടയ്ക്കിടയ്ക്ക് ചെവി വേദന വരിക, തൊണ്ടവേദന, ചിലപ്പം നെഞ്ചിൽ കഫക്കെട്ടും ചുമയും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും കൂർക്കം വലിയും, വാ തുറന്നു വെച്ചോ രാത്രിയിൽ ഉറങ്ങുക, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇത് കാരണം ഉണ്ടാകുന്ന വേറൊരു ഇതെന്ന് പറയുന്നത് ഈ കുട്ടികളുടെ പല്ല് ചിലപ്പം ഫ്രണ്ടിലേക്ക് തള്ളി വരിക, അത് കാരണം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ അഡിനോയിഡ്സ് എന്ന് പറഞ്ഞതിൻ്റെ നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അതിൻ്റെ സൈസ് വലുതാണോ, അഡിനോയിഡ് ഹൈപ്പർട്രോഫി വലിപ്പം കൂടുതൽ വന്നിട്ട് മൂക്കിൻ്റെ ബാക്കിൽ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ള സംശയം വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ENT ഡിപ്പാർട്ട്മെൻറ്റിൽ കൺസൾട്ട് ചെയ്യുന്നതാണ്. ENTയിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ സംശയം തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അവരുടെ ഇതനുസരിച്ചിട്ട് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് നമുക്ക് OPയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു തീരെ മൈനറായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്തിട്ട് അപ്പോൾ തന്നെ നമുക്കതിൻ്റെ പ്രധാനമായിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ സൈസ് എത്ര, നമ്മൾ മൂക്കിൻ്റെ ബാക്കിലുള്ള ഹോളുണ്ട്, കൊയാന എന്ന് പറയുന്നത്, ഫ്രണ്ടിലുള്ളതുപോലെ ബാക്കിലുള്ള ആ ഭാഗം എത്രത്തോളം അടഞ്ഞിരിക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പി ചെയ്യുന്നത്. ചില കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണ്, തീരെ ചെറുത്, അങ്ങനെയാണെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കിയാലും ഒരു ഐഡിയ കിട്ടും അഡിനോയിഡ് ഹൈപ്പർട്രോഫി, അഡിനോയിഡ്സിൻ്റെ എൻലാർജ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിന് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇത് അഥവാ ഉണ്ട്, അതിൻ്റെ സൈസ് വളരെ കൂടുതലാണ്, ഏകദേശം കംപ്ലീറ്റ്ലി 80-90% അല്ലെങ്കിൽ അത്രയും ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്കാണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഏജും ബാക്കി കുറേ ഫാക്ടേഴ്സ് വെച്ചിട്ട് അതിൻ്റെ സൈസും ഒക്കെ വെച്ചിട്ട് മരുന്നുകൾ ആദ്യം പ്രധാനമായിട്ടും ഒരു നേസൽ സ്പ്രേ ആണ്. നേസൽ സ്പ്രേ കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചിലപ്പം അതുകൊണ്ട് ശരിയാവണില്ല, അല്ലെങ്കിൽ പ്രായം പോകുന്നു, ഏജ് പോകുന്തോറും അതിന് വ്യത്യാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം അഡിനോയിഡക്ടമി എന്ന് പറഞ്ഞ സർജറിയിലേക്ക് പോകേണ്ടി വരും.